തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇടപെടുന്നില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ബോർഡിന് അയ്യപ്പ സംഗമം നടത്താം. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സംസാരിക്കുന്നു. സംശയങ്ങൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദിച്ചു. ദേവസ്വം ബോർഡ് കൃത്യമായ കോടതി ചോദിച്ച കാര്യങ്ങൾക്ക് ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ മറുപടി നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഈ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. കോടതി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി തന്നിരിക്കുന്നു. കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ അയ്യപ്പ സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ പരിപാലിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും തന്നെയാണ് ഞങ്ങൾ ഈ അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ഒരു മാനവ സൗഹൃദ ആരാധനാലയം അതിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തുക, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക, അവിടെയുള്ള ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുക, അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ അങ്ങനെ വർണ്ണ വിമോചനമോ ഒന്നുമില്ല. ഞങ്ങൾ തികച്ചും മുൻവിധിയില്ലാതെ നടത്തുന്നൊരു ഈവൻ്റാണിത്. ഇതിൽ ശബരിമലയുടെ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് അനുകൂലമായ വിധിയാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച്. ബിനിൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരണം കേൾക്കുകയായിരുന്നു. ഇപ്പോൾ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൂടിയുണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായും ദേവസ്വം ബോർഡിനും സർക്കാരിനും വലിയ ആശ്വാസം നൽകുന്നതാണ്. കാരണം സംഘപരിവാർ കക്ഷികൾ തന്നെ ഇതിനെതിരെ ഒരു ബദൽ സംഘം അടക്കം സംഘടിപ്പിക്കുന്നവർ ശക്തമായി ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുന്നു. രാഷ്ട്രീയമായി തന്നെ സർക്കാരിന് ഇതൊരു ആശ്വാസകരമായ വിധിയാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലും ഈ സംഗമത്തിനെതിരെ നിരവധി ഹർജികളാണ് എത്തിയത്. അതിൽ ഒന്നും ഇടപെടാൻ ഹൈക്കോടതി തയ്യാറായിട്ടില്ല. ഹൈക്കോടതി ചില വ്യവസ്ഥകളാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും മുന്നിൽ വച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയുടെയും പമ്പയുടെയും പവിത്രത ഈ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നഷ്ടപ്പെടരുത്, അത് കൃത്യമായും അത് സൂക്ഷിക്കണം എന്നതാണ് ഇപ്പോൾ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം പമ്പ മണപ്പുറത്താണ് ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ പോകുന്നത്. അവിടെ സ്ഥിരമായ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളും ഇതിന്റെ ഭാഗമായി പാടില്ല എന്നുകൂടി കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതോടൊപ്പം ഈ അയ്യപ്പ സംഗമത്തിന് ഏതാണ്ട് 3000-ഓളം പേരാണ് വരുന്നത്. ആ VIP-കളൊക്കെ തന്നെ വരുമ്പോൾ അത് സാധാരണ അയ്യപ്പ ഭക്തരുടെ ദർശനത്തെ ബാധിക്കരുത് എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ ഈ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് VIP ദർശനത്തിനെതിരെയുള്ള ഉത്തരവുകൾ പാസാക്കിയിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി പാലിക്കണം എന്നുകൂടിയാണ് ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്.